ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമുക്ക് എന്തൊക്കെ ടൂൾസ് ആണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ടേ എന്ന് പറയാനാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താന്ന് കരുതി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ഫോണാണ്. അത്ര വിലയുള്ള ഫോണൊന്നും വേണമെന്നില്ല. എൻ്റെ ഫോൺ വരുന്നത് വിവോ 40E ആണ്. എന്തോ 29,500 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപാട് വിലയുള്ള ഫോണൊന്നും വേണമെന്നല്ല ഉദ്ദേശിച്ചത്. അത്യാവശ്യം ക്യാമറ ക്ലാരിറ്റി ഉണ്ടായിരിക്കാം. പിന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അത്യാവശ്യം വെട്ടമുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ കൂടുതലായിട്ടും നമ്മൾ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്രണ്ട് ക്യാമറയ്ക്ക് ബാക്ക് ക്യാമറയേക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റി കുറവുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ട് സംസാരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് തൃപ്തി തോന്നാമെങ്കിലും നമുക്ക് ബാക്ക് ക്യാമറയാണ് ക്ലാരിറ്റിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. ആദ്യം കുറച്ച് നാൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും കാണാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ബാക്ക് ക്യാമറ തന്നെയാണ് വെക്കാറ്. പിന്നെ നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ മാറി മാറി ഓരോ സ്ഥലങ്ങളിൽ വെച്ച് നോക്കാം ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി നമുക്ക് എവിടെ തോന്നുന്നത്. എനിക്ക് കൂടുതലായിട്ടും റൂമിൽ ഷെൽഫിന്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുമ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി തോന്നാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ മിക്ക വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഷെൽഫായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാമറയുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് ഓഡിയോ. ക്യാമറ ക്ലാരിറ്റി പോലെ തന്നെയാണ് നമ്മുടെ ഓഡിയോ ക്ലാരിറ്റിയും വേണ്ടത്. മൈക്ക് വേണോ എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷണൽ ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് മൈക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം വോയിസ് ഓവർ ഒക്കെ കൊടുക്കാനായിട്ട് മൈക്ക് ഉള്ളതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയ ഷോർട്സിനൊക്കെ ഓക്കെ നമുക്ക് നോർമലി പറയാം. പക്ഷെ ലെങ്തി വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് എന്തായാലും മൈക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് അകലെ വെച്ചൊക്കെയാണ് ഇതേപോലെ ഡയറക്റ്റ്ലി എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വോയിസിന്റെ പ്രശ്നം വരാറുണ്ട്. ഞാനത് മൈക്ക് ഇല്ലാതെയും മൈക്ക് ഉള്ളതും കാണിച്ചു തരട്ടോ. ഇപ്പൊ ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. മൈക്ക് ഇല്ലാതെ ഞാൻ കാണിച്ചു തരട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. ഇതിനെന്തോ 500 സംതിങ് റുപ്പീസോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മാക്കിന്റെ മൈക്കാണിത്. മാക്കിന്റെ വയർലെസ് മൈക്കാണ്. 500 സംതിങ് രൂപ എന്തോ ആയിരുന്നു. ഇതില് 2 മൈക്ക് ഉണ്ടാവും, പിന്നെ ഒരു കണക്ടർ. ഇപ്പൊ ഞാൻ മൈക്ക് ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്നും തോന്നുന്നു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ട്രൈപോഡാണ്. അതും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഷൂട്ട് ചെയ്ത് തരാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആരും ചെയ്തു തരാല്ല. ഹസ്ബൻഡ് ഉള്ള സമയത്ത് ആളൊക്കെ പിടിച്ചു തരാറുണ്ട്. പക്ഷെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ ട്രൈപോഡ് എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ അതിന്റെ കൂടെ എൻ്റെ ട്രൈപോഡ് റിംഗ് ലൈറ്റ് കൂടി വരുന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ ട്രൈപോഡ്. നമ്മുടെ അത്ര തന്നെ ഹൈറ്റ് ഉണ്ട്. ഇതിനും ഒരു 500 സംതിങ് ഒക്കെ ആയിരുന്നുള്ളൂ. ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. നമുക്ക് ഇവിടെ ഫോൺ വെക്കാം. കണ്ടോ, ലൈറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ലൈറ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് നമുക്ക് പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണമാണ്, അടുത്ത് കാണിച്ചു തരാം. ഇത് നെക്സ്റ്റ് ആണ്. പിന്നെ 3 എണ്ണം ഉണ്ട്. നമുക്കിതിൻ്റെ ലൈറ്റ് കുറയ്ക്കാൻ കൂട്ടുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ജസ്റ്റ് 500 സംതിങ് ആയിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ലിങ്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഞാനിത് കൊടുക്കാമെന്ന്. പക്ഷെ ഇതിന്റെ ലിങ്ക് ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലിങ്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എൻ്റെ 8 month ഒക്കെ ആയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വാങ്ങിയതാണ്. കണ്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ടൂൾസ് എന്ന് പറയുന്നത്. അത്ര വലിയ പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. അത്രയൊക്കെ തന്നെ മതി നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.